ഇന്നേ ബിസ്ക്കറ്റ് ഉണ്ടാക്കാം. ബിസ്ക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റാലിയൻ കുക്കീസാണ്. കുക്കീസ് അല്ല, ബിസ്ക്കറ്റ്സ്. ബിസ് എന്ന് പറഞ്ഞാൽ ട്വൈസ്, പിന്നെ കോറ്റി എന്ന് പറഞ്ഞാൽ ബേക്ക്ഡ്. അപ്പോൾ 2 പ്രാവശ്യം കുക്ക് ചെയ്യുന്നതിനാണ് ഈ ബിസ്ക്കറ്റ് എന്ന് പറയുക. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി മുട്ട 6 എടുത്തിട്ടുണ്ട്. 2 വെച്ച് നിങ്ങൾക്ക് ഉണ്ടാക്കാം, ഇച്ചിരി മതിയെങ്കിൽ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഓയിലും ബട്ടറും ഒന്നും ഉപയോഗിക്കുന്നില്ലേ. മുട്ട അതുകൊണ്ട് വലിയ മുട്ട എടുത്തത്. അതിലേക്ക് ഷുഗറും കൂടി ആഡ് ചെയ്തിട്ട് നല്ലതായിട്ട് സോഫ്റ്റ് ആക്കി എടുക്കണം. സോഫ്റ്റ് ആക്കണ കാര്യം നമ്മൾ ഓയിൽ ഒഴിക്കുന്നില്ലല്ലോ. ഇത് കണ്ടോ, നല്ല സ്മൂത്ത് ആക്കിയിട്ടുണ്ട്. സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. പിന്നെ മൈദ, നമ്മുടെ ഓൾ പർപ്പസ് ഫ്ലവർ. ഇതിലോട്ട് ഉപ്പ് 1/4 ടീസ്പൂൺ മതി 2 കപ്പിന്. ബേക്കിംഗ് സോഡ 1 ടീസ്പൂൺ വേണം 2 കപ്പിന്. ഇത് 2 കപ്പല്ല, കൂടുതൽ ഞാൻ എടുത്തിട്ടുണ്ട്. 2 കപ്പ് മാവിൻ്റെ കണക്കാണ് ഞാൻ പറയുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് ഈ മുട്ടയുടെയും പഞ്ചസാരയുടെയും മിക്സറിലോട്ട് ആഡ് ചെയ്തിട്ട് അത് ഇളക്കിയെടുക്കണം. ബാക്കി ഉണ്ടായിരിക്കുന്ന മാവും കൂടി അതിലിടുകയാണേ. ഇത് ഞാൻ ഇച്ചിരി ഏറെ ഉണ്ടാക്കുക. ഇത് നല്ല സ്റ്റിക്കി ആയിരിക്കും. ഇപ്പോൾ ഇതും കൊണ്ട് ഇനി കുഴയ്ക്കാൻ പറ്റത്തില്ല. അപ്പം ഞാനിതിങ്ങനെ എടുത്തിട്ട് കൈവച്ച് ചെയ്യത്തേ ഉള്ളേ. അപ്പോൾ ഇതിനി ഞാൻ ഈ ഷീറ്റിലേക്ക് മാറ്റുകയാണേ. ഇതിലോട്ട് മാറ്റിയേ. പക്ഷെ സ്റ്റിൽ കയ്യെ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇച്ചിരി പൊടി ഇടണം. അതല്ലാണ്ട് നിങ്ങളുടെ കയ്യിൽ ഇച്ചിരി നെയ്യ് തൂക്കണം. എങ്ങനെ ചെയ്താലും മതി. ഞാൻ ഇച്ചിരി നെയ്യൊക്കെ തൂത്തു. എന്നിട്ട് ഇത് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഓവറൊന്നും കുഴക്കേണ്ട ആവശ്യമില്ല. കാര്യം ഇത് നല്ല മയമുള്ളതാണ്. അപ്പോൾ കയ്യെ പറ്റാതിരിക്കുന്ന പാകത്തിന് കുഴച്ചെടുത്തേച്ചാൽ മതി. അപ്പോൾ കുഴച്ച് കണ്ടോ, ഞാനിത് 3 പീസാക്കാൻ പോവാണേ. നമുക്കപ്പോൾ 3 ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സ് ആക്കാം. അവിടെ ഇരിക്കട്ടെ. സോ ഇത് ആദ്യം എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഞാൻ കയ്യിൽ നെയ്യ് തൊടുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. ഇതിൻ്റെ അകത്തേക്ക് കുഴയ്ക്കുമ്പോൾ അകത്ത് ഞാൻ ആൽമണ്ട് എക്സ്ട്രാക്റ്റ് ഒഴിക്കണം. ഒരു 1/4 ടീസ്പൂൺ ഒഴിച്ചാൽ മതി. എന്നിട്ട് നല്ലതായിട്ട് അത് കുഴയ്ക്കാം. വീണ്ടും ഇതിലേക്ക് 1/4 കപ്പ് കൊക്കോ പൗഡർ ആഡ് ചെയ്യണേ. എന്നിട്ട് ഇതിനി നന്നായിട്ട് കുഴച്ചെടുക്കും. ഇതിലേക്ക് കുറച്ച് ആൽമണ്ട്സ്. ഇത് എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് കേട്ടോ. ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റും. കുഴയ്ക്കുക, ഇഷ്ടമുള്ള ഫ്ലേവേഴ്സ് ആഡ് ചെയ്യുക, അതിലെന്തെങ്കിലും നട്ട്സ് ആഡ് ചെയ്യുക. ഇങ്ങനെ ഒന്ന് ഫ്ലാറ്റ് ആക്കണേ. എന്നിട്ട് ഇത് ബേക്ക് ചെയ്യാൻ പോകും കേട്ടോ. ഞാൻ പറഞ്ഞില്ല ആദ്യമേ 2 പ്രാവശ്യം ഇത് ബേക്ക് ചെയ്യണം. ഫസ്റ്റ് ട്രിപ്പ് ഇങ്ങനെ ഷേപ്പ് ചെയ്തിട്ട് ബേക്ക് ചെയ്യാം. 350 ഡിഗ്രി ഫാരൻഹൈറ്റിൽ നമ്മൾ ചൂടാക്കി കിടക്കുന്ന അവൻ്റെ അകത്തോട്ടാണ് ബേക്ക് ചെയ്യുന്നത്. മാറ്റി വെച്ചിരുന്ന അടുത്ത കഷ്ണം എടുത്തു. അതിലേക്ക് ഇച്ചിരി വെനില എക്സ്ട്രാക്റ്റ് ഒഴിക്കാൻ പോവാം. ഒരു 1/4 ടീസ്പൂൺ ഒഴിച്ചാൽ മതി. ഇതിലോട്ട് ക്രാൻബെറീസ് ഇടാൻ പോവാം. ഇത് ഉണങ്ങിയ ക്രാൻബെറി ആണേ. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് നട്ട്സും ആഡ് ചെയ്യാം. പക്ഷേ ഞാനിപ്പം ഇതിൽ ക്രാൻബെറി മാത്രമേ ആഡ് ചെയ്യുള്ളൂ. വളഞ്ഞ് പാമ്പ് പോലെയായിപ്പോൾ. ലാസ്റ്റിലത്തെ ഇത് ഞാൻ നനഞ്ഞ തുണിയിൽ ഇങ്ങനെ ഇട്ടിരുന്ന ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടി ഇതിൻ്റെ അകത്ത് ഞാൻ ആൽമണ്ട് എക്സ്ട്രാക്റ്റ് തന്നെ ഒഴിക്കാൻ പോവാ. 1/4 ടീസ്പൂൺ. അതിലോട്ട് ഞാൻ ഈ പിസ്റ്റാഷ്യൂസ് ഇടുക. പിസ്റ്റാഷ്യൂസും കുറച്ച് ആൽമണ്ട്സും ഇടുക. ഇതും കൂടെ എടുത്ത് വെച്ചിട്ട് ബേക്ക് ചെയ്യാം. ഇത് കൊണ്ട് ഞാൻ 350 ഡിഗ്രിയിൽ 25 മിനിറ്റ്സ് കൊണ്ട് ബേക്ക് ചെയ്തിട്ട് കൊണ്ടുവരാം. ഇത് 25 മിനിറ്റ്സ് ബേക്ക് ചെയ്തു. ബേക്ക് ചെയ്തതിന് ശേഷം വെളിയിൽ എടുത്ത് വെച്ചിട്ട് 10 മിനിറ്റ് ഞാൻ തണുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇനി ഇത് മുറിക്കാം. 2 പ്രാവശ്യം ബേക്ക് ചെയ്യണമെന്ന് അറിയാമല്ലോ. ഇത് ഒക്കെ ചരിച്ച് മുറിക്കാം. തണുത്തിട്ട് മുറിക്കാവുള്ളേ. ഞാൻ 10 മിനിറ്റ് തണുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് ഇത് മുറിക്കുന്നത്. വീണ്ടും ഒരു 8 to 10 മിനിറ്റ്സ് കൊണ്ടുപോയി അവൻ്റെ അകത്ത് 350 ഡിഗ്രിയിൽ ഒന്നും കൂടെ കുക്ക് ചെയ്യും. അപ്പോൾ ഒരു 4 മിനിറ്റ് ആകുമ്പോൾ നിങ്ങളിതൊന്ന് ഫ്ലിപ്പ് ചെയ്യണം. ഇങ്ങനെ ഒന്ന് തിരിച്ചു വെക്കണം എല്ലാമേ. ബിസ്ക്കോറ്റി റെഡിയായി കണ്ടോ. 3 ഡിഫറെൻറ്റ് ടൈപ്പിലുണ്ടാക്കിയായിരുന്നു. ആൽമണ്ട്സും
പിസ്റ്റാഷ്യൂസും പിന്നെ ചോക്ലേറ്റിൻ്റെ ഉണ്ടാക്കി, പിന്നെ ക്രാൻബെറി തന്നെ ഉണ്ടാക്കിയായിരുന്നു. കുക്ക് ചെയ്യാമെന്ന് പറഞ്ഞാലും സോഫ്റ്റ് അല്ല, നമ്മൾ ഒടിച്ചാൽ ഇങ്ങോട്ട് ശബ്ദം കേൾക്കും കേട്ടോ, അങ്ങനെ ശബ്ദം കേൾക്കുന്നതാണ്. റസ്ക് ഇല്ലേ നമ്മുടെ റസ്ക് പോലെയാണ്, നല്ലൊരു ടേസ്റ്റിയാണ്, ഈസിയാണ് ഉണ്ടാക്കാൻ. ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നിങ്ങൾക്ക് എന്തൊക്കെ വേണേലും ഇതിൻ്റെ അകത്തിട്ട് വെറൈറ്റി ആക്കാം. ഇങ്ങനെ കണ്ടെയ്നറിട്ട് അടച്ചു വെച്ചാലുണ്ടല്ലോ, ആവശ്യമുള്ളപ്പോൾ എടുത്ത് ചുമ്മാ കഴിക്കാൻ പറ്റും. അങ്ങനെ അത്രയും നേരം ഇരിക്കത്തില്ല, തീർന്നു പോകും. എല്ലാവരും കയറി ഇറങ്ങി കഴിച്ചിട്ട് തീർന്നു പോകും. മെറി ക്രിസ്മസ്.